Friends, I am Ajukumar, the English trainer from English Academy. ഇംഗ്ലീഷ് ഭാഷയിൽ 4 സ്കില്ലുകളിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധയോടുകൂടിയും പ്രയാസമുള്ളതുമായിട്ടുള്ള സ്കിൽ റീഡിംഗ് സ്കില്ലാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ആസ് യു തിങ്ക് ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം മലയാളം ഫ്രം ഇറ്റ്സ് യൂസേജസ്. ഒരു സെൻറ്റൻസ് എഴുതുമ്പം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേർഡുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഡുകൾക്കും ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ വലിയ പ്രാധാന്യമുണ്ട്. മാറ്റിമറിക്കാൻ കഴിയുന്ന മീനിങ്ങാണ്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുക. ഇറ്റ് ഹാസ് ടു ബി ബ്ലൂ എന്ന് ഞാൻ പറയുന്നു. അതിൻ്റെ അർത്ഥം അത് ബ്ലൂ ആയിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ബ്ലൂ, അതൊരു നെസസിറ്റിയാണ്, ഡെഫിനറ്റ് ആയിരിക്കണം. പക്ഷേ ഇതേ സെൻറ്റൻസ് ഞാൻ പറയുന്നു, ഇറ്റ് വുഡ് ഹാവ് ഇറ്റ് ടു ബി ബ്ലൂ. അങ്ങനെ ഇറ്റ് വുഡ് ഹാവ് ടു ബി ബ്ലൂ എന്ന് പറയുമ്പോൾ ഇത് മാറി, ഡിഫറെൻറ്റ് മീനിങ് മാറി, ചേഞ്ചായി, സീനങ്ങ് മാറി. അതായത് അതിൻ്റെ മീനിങ് ഇഫ് യു യൂസ് ബ്ലൂ ഇറ്റ് വുഡ് ഹാവ് ടു ബി ബ്ലൂ. നിങ്ങൾ ബ്ലൂ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബ്ലൂ ആയിരിക്കും. പക്ഷെ ആദ്യത്തേതിലോ അത് ബ്ലൂ കളർ ആയിരിക്കണം, മസ്റ്റാണ്. അപ്പം ഇംഗ്ലീഷ് വായിക്കാൻ എല്ലാവർക്കും അറിയാം, ഏത് മട്ടിനും ഇംഗ്ലീഷ് വായിക്കാം. പക്ഷെ വായിക്കുക, അതിൻ്റെ കോണ്ടെക്സ്റ്റ് അഥവാ മീനിങ് മനസ്സിലാക്കുക, അതിന് കുറച്ച് ട്രെയിനിങ് വേണ്ടി വരും. സോ റീഡിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഇംഗ്ലീഷ് അക്കാഡമി ഞങ്ങൾ പ്രത്യേകമായി നടത്തുന്നു. കാരണം റീഡിംഗ് സ്കിൽ പലയിടത്തും വേണ്ടി വരും. ഇപ്പം നിങ്ങളിപ്പം സ്ക്രീനിലാണ് വായിക്കുന്നതെങ്കിലും, അതല്ല ബുക്കിലാണ് വായിക്കുന്നതെങ്കിലും, ടെക്സ്റ്റിലാണ് വായിക്കുന്നതെങ്കിലും, ഇതെല്ലാം ഒരുപോലെ വായിച്ച് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മെത്തേഡൊക്കെ ഉണ്ടാവും, എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ടാവത്തില്ല. സോ reading and understanding the context is a little bit difficult and it need practice. So we are giving special practice to reading skill. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇറ്റ് ഹാസ് ടു ബി ബ്ലൂ എന്ന് പറഞ്ഞപ്പം അത് ബ്ലൂ ആയിരിക്കണം. അത് ഹാസ് ടു ബി മാറ്റി വുഡ് ഹാവ് ഇറ്റ് ടു ബി ബ്ലൂ എന്ന് പറഞ്ഞപ്പം അത് ബ്ലൂ ഒന്നും ആയിരിക്കണം എന്നില്ല. നിങ്ങൾ യൂസ് ചെയ്ത ബ്ലൂ ആയിരിക്കും, ബ്ലൂ യൂസ് ചെയ്ത ബ്ലൂ ആയിരിക്കും, വേറെ ഏതെങ്കിലും യൂസ് ചെയ്താൽ വേറെ ആയിരിക്കും. അപ്പം റീഡിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രത്യേക ഒരു കോഴ്സ് ഞങ്ങൾ ഇംഗ്ലീഷ് അക്കാഡമി തുടങ്ങുന്നു. നിങ്ങൾക്ക് ഇന്നു മുതൽ ജോയിൻ ചെയ്യാം. ഓക്കെ.